ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഈ മാസം 26-ന് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ സമാധാനപരമായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒടുവിലത്തെ കണക്ക് പ്രകാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 66.46%, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 69.40% പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 9,50,739 പേരും, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 9,69,390 പേരും വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ബൂത്തുകളിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിലെ സ്ട്രോങ് റൂമിൽ വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 വരെ സൂക്ഷിക്കും. മാർ ഇവാനിയോസ് കോളേജിൽ വച്ച് തന്നെയാണ് വോട്ടെണ്ണലും നടക്കുക. തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ശംഖുമുഖത്ത് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. അഴകേറും കേരളം ക്ലീനിംഗ് ഡ്രൈവിൽ തിരുവനന്തപുരം നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പങ്കാളികളായി. NSS വോളണ്ടിയർമാരും ഹരിതകർമ്മസേനയും ചേർന്ന് ശംഖുമുഖം ബീച്ചും എയർപോർട്ട് റോഡും ശുചീകരിച്ചു. 5 ടൺ മാലിന്യമാണ് നീക്കം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസി മേഖലയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ജില്ലാ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോട്ടമാവ് സെറ്റിൽമെന്റിലെ വോട്ടർമാർക്കായി വോട്ട് സംവാദം സംഘടിപ്പിച്ചു. സമ്മതിദാനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് 2023 ബാച്ച് IAS ട്രെയിനികൾ വോട്ടർമാരുമായി സംവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ വേറിട്ട പ്രചാരണവുമായി ജില്ലാ സ്വീപ്പ്. കടലിലും ആകാശത്തും സാഹസിക വിനോദങ്ങളിലൂടെ സമ്മതിദാനത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തെ ഓർമ്മിപ്പിച്ച് ജില്ലാ സ്വീപ്പ് നടത്തിയ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധയാകർഷിച്ചു. ജില്ലാ സ്വീപ്പ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, സാഹസിക വിനോദ ക്ലബ്ബായ ബോണ്ട് സഫാരി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പാരാസെയിലിംഗും സ്കൂബ ഡൈവിംഗും സംഘടിപ്പിച്ചു. പ്രചാരണത്തിലെ വ്യത്യസ്തത ബീച്ചിലെത്തിയവരെയും ഏറെ ത്രസിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന മെഗാ ഫൈനലിൽ അയ്യപ്പദാസ് PS-ഉം ജിതിൻ K. ജോണും അടങ്ങിയ ടീം ജേതാക്കളായി. ശരത് VR, ഷിബു R എന്നിവർ അടങ്ങിയ ടീം 2ാം സ്ഥാനം നേടി. ശാന്തകുമാർ S, ഹാരിസ് A എന്നിവരടങ്ങിയ ടീം 3ാം സ്ഥാനം സ്വന്തമാക്കി. അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഷർമിള C ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശംഖുമുഖത്തെ സുനാമി പാർക്കിൽ വച്ചാണ് മെഗാ ഫൈനൽ നടന്നത്. സംസ്ഥാനത്തെ 6 നഗരസഭകളിൽ നിന്നായി നടന്ന പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ വിജയിച്ചെത്തിയ 18 ടീമുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 6 ടീമുകളാണ് മെഗാ ഫൈനലിൽ മാറ്റുരച്ചത്. തിരുവനന്തപുരം ജില്ലാ സ്വീപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ജനാധിപത്യം, വോട്ട് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശംഖുമുഖം ബീച്ചിൽ സാൻഡ് ആർട്ട് പ്രദർശനം നടന്നു. ജില്ലാ സ്വീപ്പ് ടീം ആർട്ടിസ്റ്റ് അഖിലേഷിന്റെ നേതൃത്വത്തിലാണ് സാൻഡ് ആർട്ട് പ്രദർശനം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടത്തിയ സ്വീപ്പ് ബോധവൽക്കരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്ര നടന്നു. രാജ്ഭവനിൽ നിന്നാരംഭിച്ച് കനകക്കുന്നിൽ ഘോഷയാത്ര സമാപിച്ചു. വിളംബര ഘോഷയാത്രയിൽ സാംസ്കാരിക നായകരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരും പങ്കെടുത്തു. നമ്മുടെ വിരൽത്തുമ്പിലൂടെ മുഴങ്ങട്ടെ നാളെയുടെ ശബ്ദം എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് വിളംബര ഘോഷയാത്രയുടെ മുദ്രാവാക്യം. 112ാമത് ശ്രീ ശാരദ പ്രതിഷ്ഠാ വാർഷികവും 62ാമത് ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്തും ഈ മാസം 21, 22, 23 തീയതികളിൽ വർക്കല ശിവഗിരിയിൽ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.